കേരളത്തിലെ പ്രസിദ്ധവും അതിപുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ പാർവതി പുത്തനാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ഏകദേശം 600 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഐതിഹ്യപ്രകാരം വനശൈലാദ്രിയിൽ വസിച്ചിരുന്ന ദേവിയെ ഒരു ബ്രാഹ്മണാചാര്യൻ ഉപാസിച്ചു വന്നിരുന്നു. തന്ത്രിവര്യന്റെ അനുഗ്രഹത്താൽ മടത്തുവീട് തറവാട്ടിലെ യോഗീവര്യന് ദേവിയെ ഉപാസിക്കാൻ ഉപദേശം ലഭിച്ചു. ആ ഉപാസനയുടെ ഫലമായി ദേവി ഒരു ബാലികാരൂപത്തിൽ സാന്നിധ്യം പ്രാപിച്ചു. പിന്നീട് ഗുരുവിനെയും യോഗീശ്വരനെയും അനുഗമിച്ച് ദേവി കരിക്കകം ക്ഷേത്രസ്ഥാനത്തെത്തി. അവിടെ പച്ചപ്പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തി. തുടർന്ന് ക്ഷേത്രം നിർമ്മിച്ച് ഗുരുവിന്റെ കൈകൊണ്ട് തന്നെ ശാസ്ത്രവിധി പ്രകാരം ദേവിയെ പ്രതിഷ്ഠിക്കുകയും പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. അന്നു മുതൽ ദേവി ഭക്തജനങ്ങൾക്ക് അഭീഷ്ടവരദായിനിയായി അവിടെ സാന്നിധ്യം ചെയ്തു വരുന്നു. പണ്ടുകാലത്ത് ഈ ക്ഷേത്രം രാജാവിന്റെ നീതി നിർവഹണ കേന്ദ്രമായിരുന്നു. കോടതികളിൽ തെളിയിക്കപ്പെടാത്ത കേസുകൾ പോലും ദേവിയുടെ സന്നിധിയിൽ വന്ന് സത്യം ചെയ്ത് തീർപ്പാക്കുന്ന ആചാരം ഇവിടെ നിലനിന്നിരുന്നു. കേരളത്തിൽ ഒരു ദേവിയെ 3 ഭാവങ്ങളിൽ ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കരിക്കകം. ഇവിടെ മഹാചാമുണ്ഡി, രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി എന്നീ രൂപങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നു. രക്തചാമുണ്ഡി നട തുറന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നടതുറപ്പ് നേർച്ചയ്ക്ക് ദിനംപ്രതി അനേകം ഭക്തർ എത്തുന്നു. രക്തചാമുണ്ഡി നടയിൽ രൗദ്രഭാവത്തിലുള്ള ദേവിയുടെ ചുമർ ചിത്രമാണ് ഇവിടെ ആരാധിക്കുന്നത്. പഴമക്കാർ പറയുന്നതനുസരിച്ച് രാജകൊട്ടാരത്തിൽ നിന്ന് നഷ്ടമായ വസ്തുക്കൾ തിരികെ ലഭിക്കാനായി ഈ നടയിൽ പ്രാർത്ഥിച്ചതോടെ അത് കണ്ടെത്തുകയും അതിന്റെ നന്ദിയായി മഹാരാജാവ് അടക്കിക്കൊട മഹോത്സവം നേർച്ചയായി നടത്തിയതായും പറയുന്നു. രക്തചാമുണ്ഡിക്ക് കടുംപായസം, ചുവന്നപട്ട്, പാവാട, തെറ്റിഹാരം എന്നിവയും സമർപ്പിക്കാറുണ്ട്. ശാന്തസ്വരൂപിണിയായ ശ്രീ ബാലചാമുണ്ഡി ദേവി ബാലചാമുണ്ഡി നടയിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. ചണ്ഡമുണ്ഡ നിഗ്രഹത്തിന് ശേഷം ദേവി ശാന്തരൂപത്തിൽ ഇവിടെ വസിക്കുന്നതായി ഐതിഹ്യം പറയുന്നു. കുട്ടികളുടെ ആരോഗ്യത്തിനും സന്താനഭാഗ്യത്തിനുമായി ഭക്തർ ഇവിടെ നട തുറന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾ സഫലമായാൽ കടുംപായസം, പട്ട്, പൂമാലകൾ, തൊട്ടിൽ, കളിപ്പാട്ടങ്ങൾ എന്നിവ നേർച്ചയായി സമർപ്പിക്കുന്നു. മീനമാസത്തിലെ മകം നാളിലാണ് കരിക്കകം ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല നടക്കുന്നത്. ഉത്സവത്തിന്റെ 7ാം ദിവസം നടക്കുന്ന ഈ ചടങ്ങിൽ ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു. പണ്ടുകാലത്ത് ദേവിയെ കരിക്കകം ദേശത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ സ്ത്രീകൾ മൺകലങ്ങളിൽ പായസം തയ്യാറാക്കി ദേവിക്ക് നിവേദ്യം അർപ്പിച്ചതായാണ് ഈ പൊങ്കാലയുടെ തുടക്കം. കാലക്രമേണ അത് വലിയ ആചാരമായി മാറി. അനേകം ഭക്തർ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെത്തി പൊങ്കാലയർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹം തേടുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് കരിക്കകം ചാമുണ്ഡി ദേവി. കൂടുതൽ ക്ഷേത്ര ഐതിഹ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.